തണ്ണിമത്തൻ കൃഷിയിൽ നമ്മുടെ ഗുരു, നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിം അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളെ തോട്ടം വിസിറ്റ് ചെയ്യാനും വേണ്ടി എത്തിയിട്ടുണ്ട്. ഇബ്രാഹിം, എങ്ങനെയുണ്ട് നമ്മളെ തോട്ടം കണ്ടിട്ട്? നമ്മളൊരു 2-ാം തീയതി കണ്ടിട്ട് ട്രയൽ വെച്ചതായിരുന്നു. 15-ാം തീയതി ട്രൈ വെച്ച് ഇന്നിപ്പോ 14-ാം തീയതി അല്ലേ? 29 വിശാല വെറൈറ്റി ആണ്. വിശാലല്ലേ നമ്മളെ ഉള്ള് പുറം മഞ്ഞ ഉള്ളു അകം ചുവപ്പുള്ള, അകത്ത് ചുവപ്പുള്ള വിശാല അല്ലേ? വെറൈറ്റി ആണ്. പുറത്ത് മഞ്ഞ. ഇവിടെ എടുക്കണ്ടാ, ഇതിലൊക്കെ പൂ പൊട്ടിക്കണു. ഇതില് ഷേപ്പ് വ്യത്യാസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ കണ്ടിട്ട്? കറക്റ്റ് ആവില്ലല്ലേ? ബോറോണൊക്കെ നമ്മൾ കൊടുത്തതാണ്. പിന്നെ വിഷയങ്ങളൊന്നും വരില്ല. ഷമാമ് പൊട്ടിയിട്ടുണ്ട്. ഷമാമ് ഇവിടെ വള്ളി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ വിശാല വെറൈറ്റി നല്ല കായ പിടിക്കും. വിശാലല്ലേ? ഏകദേശം ഒരെണ്ണം നമുക്ക് എത്ര വെയിറ്റ് വരെ? 2 കിലോ റേഞ്ച് ഉണ്ടാവില്ലേ? 1 to 2, 2.5 വരെ. ഇത് നേരത്തെ ചെയ്തിരുന്നു ഈ സൈഡ് വെറൈറ്റി? ഞാൻ ഫസ്റ്റ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ പറഞ്ഞത്. റിസൾട്ട് ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ല. നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല നമുക്ക് പറഞ്ഞു പറ്റുള്ളൂ. അതുപോലെ നല്ല റിസൾട്ടുള്ള വെറൈറ്റി ആണല്ലേ ഈ കുന്തൻ വെറൈറ്റി? ഷമാം നല്ല റിസൾട്ട് ആണ്. ഇതിന്റെ അപ്പുറത്ത് ഇത് വിശാലാണ്. വിശാലായിട്ടാണ് തോന്നുന്നത്. കുന്തൻ വെറൈറ്റി ഷമാം ഇവിടെ കായ പിടിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇതേതാണ്? ആരോഹ്യാണ്. ആരോഹ്യ? ഞാനൊന്നും ഇറാനി മോഡലില്ലേ? ഉള്ളു മഞ്ഞ, പുറം ഒരു ഇറാനി ടൈപ്പ് അല്ലേ? ഇവിടൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. നല്ല കായ പിടിക്കും. ഇറാനി ടൈപ്പ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തല്ല, കറക്റ്റ് നോട്ട് ചെയ്യാൻ വിട്ടുപോയി ഏതൊക്കെ വെറൈറ്റി എന്നുള്ളത്. കണ്ടല്ലോ അറിയാം. കായ പിടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ? കായ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെറൈറ്റി എന്നുള്ളത് കറക്റ്റ് അറിയാം. നമ്മളൊരു പുതിയ വെറൈറ്റി അവിടെ ഇട്ടിട്ടില്ലേ? യെല്ലോ, ഉള്ളിലെല്ലോ പുറമല്ലോ. ഉള്ളിലെല്ലോ പുറമല്ലോ. അതും കൂടെ നോക്കുന്നുണ്ട് കായ പാടുന്നു. കളറ് മാറി ശരിക്കും. ആ വലിയ തണ്ണിമത്തനാടാ 250 ഗ്രാം ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ആ ഷേപ്പ് വന്നിട്ടാ, കളറും വന്ന്. അതേപോലെ ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നതേ ഒരു വള്ളിന്ന് ഒരു 3 പഴം വരെയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ കിട്ടുമോ? ഈ ആരോഹി വിശാല എന്നുള്ള ഇതിലൊക്കെ അത്യാവശ്യം കായ ഉണ്ടാവും. 3-ൽ കൂടുതൽ കിട്ടുമല്ലേ? ഇറാനിയിലും കായ്ക്കും, ബുക്കാസിലൊക്കെ കായ്ക്കും. സാധയിലാണ് പിന്നെ കായ കുറച്ചൊരു കുറവ് വരാം. പക്ഷെ അവിടെ വെയിറ്റ് കൂടും ചെയ്യും. ഒരു വള്ളിമ ശരിക്കും 3 കായ പൊട്ടണ മിനിമം. പക്ഷെ മാക്സിമം അതിന് കൂടുതൽ കിട്ടാൻ ചാൻസ് ഇല്ലേ? മാക്സിമം അതിന്റെ കൂടുതൽ കിട്ടും. പക്ഷെ വലിപ്പം ഉണ്ടാവില്ല. കൂടുതൽ വരുമ്പോ വലിപ്പം തൂക്കം കമ്മിയാവും. ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞാല് നമുക്ക് ഇതിൽ കൂടെ നടക്കാൻ കഴിയില്ല. ഫുൾ പച്ചപ്പാവൂല ഇവിടെ? ഫുള്ള് പച്ചായിരിക്കും. ഷീറ്റൊന്നും കാണൂല. ഈ മൾട്ടി ഷീറ്റ് കാണാത്ത കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഫുള്ള് പച്ച വരും. നമുക്ക് ഹാർവെസ്റ്റിംഗ് ഒക്കെ ഏത് ടൈമിൽ പ്രതീക്ഷിക്കാം? നമുക്ക് അടുത്ത മാസം 15-ന്, ഏപ്രിൽ 15-ാം തീയതി കണ്ടിട്ട് ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പൊ സാധനം ഫുൾ സെറ്റ് ആവും. 15-ന്റെ ഉള്ളിൽ അപ്പൊ ഫുൾ സെറ്റ് ആവും. ഇപ്പൊ പറഞ്ഞ് കായ പൊട്ടൽ കുറവാന്ന് പറഞ്ഞത്. ഇപ്പൊ ദിവസം രാവിലെ ഇറങ്ങും. ഒരു വള്ളിപ്പോ 3 അത് ചെരങ്ങല്ല. തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ഇബ്രാഹിം പറഞ്ഞ് കായ പൊട്ടിയിട്ടാണ്. ഉപ്പ് പറഞ്ഞ് കുറവാണ്. അപ്പോൾ ഇബ്രാഹിം ഇത് കണ്ടതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി നടന്നു നോക്കൊരു ടാസ്ക്കാണ്. തണ്ണിമത്തൻ കൃഷി തുടങ്ങിയത് ഞാനാണെന്നുണ്ടെങ്കിലും എന്നെക്കാളും കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് ഇതൊക്കെ നോക്കി നടത്തുന്നതും ഒരു എന്താ പറയുക, കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണത് ഉപ്പ തന്നെ ആയിരിക്കും. രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഉപ്പ. ഞാൻ വൈകിട്ട് വരാൻ നേരം വൈകി കഴിഞ്ഞാൽ ഉപ്പ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ടാവും. ഉബ്രായി കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എവിടെയാണ് എങ്ങനെയൊക്കെയാന്നുള്ളത്. ഉപ്പ ഓൾറെഡി പോയിട്ട് എന്നും രാവിലെ പോയിട്ടൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ കുറേ ഉണ്ടാവും. അത് ബ്രൈക്ക് അറിയില്ല ഏതൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ നിൽക്കണതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇല്ലേ, ഇവിടെ ഈ ലീഫ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇതാ കായ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നൊരു കർഷകൻ എന്ന നിലയിൽ നമ്മൾ ഹാപ്പിയാണ് ഇതുവരെയുള്ള കൃഷിയിലെ ജേണിയിൽ. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ള അറിയില്ല. മഴക്കാർ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്, അതാണ് ഒരു പേടിയുള്ളത്. ബാക്കി കാഴ്ചകൾ നാളെ.